ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അവിൽ വിളയിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഞാനിന്നിവിടെ 3 അച്ച് വെല്ലം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് അവൽ വിളയിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എള്ളെടുത്തിട്ടുണ്ട്. അപ്പോൾ എള്ള് കഴുകി അരിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ്, തേങ്ങ, കുറച്ച് പൊട്ടുകടല, നെയ്യ്, പിന്നെ കുറച്ച് മട്ട, അവിൽ കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്ത് 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ അവൽ വിളയിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ ദിവസമൊക്കെ ഇത് കേടുകൂടാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ കടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടല ഒന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് നടു പൊളിച്ചിട്ട് ഒന്ന് മുറിച്ചിട്ടാൽ ഒന്ന് വേഗമായി കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പിന്നെ എള്ളിട്ട് കൊടുക്കാം. എള്ള് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴുകി വെച്ചതുകൊണ്ട്. അപ്പോൾ ഞാൻ എള്ളും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എള്ളപ്പോൾ കടലയൊക്കെ ഇടുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എള്ള് ചിലപ്പം നമുക്ക് പിന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ കടലയും അണ്ടിപ്പരിപ്പ് കുറച്ച് ആയതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എള്ള് അതിൻ്റെ ഒരു പാകത്തിന് മൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കടലയൊക്കെ ഒന്ന് കോരിയെടുക്കാം കേട്ടോ. അധികം മൂക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് കരിഞ്ഞു പോകുവേ. അപ്പോൾ നമ്മൾ കടലയൊക്കെ വറുത്തത് കോരിയെടുത്തിട്ട് അതിലേക്ക് തന്നെ വെള്ളം ഒരുക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു അരിപ്പയിൽ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ മണലും പൂയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിലും മതി കേട്ടോ. തേങ്ങാപ്പാലാണെങ്കിലും ഇതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിതിൽ തേങ്ങ ചിരവിയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 2 കപ്പും മട്ട അവിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് നല്ലൊന്ന് ആ പാനി കിടന്നിട്ടൊന്ന് കുതിരുന്ന വരെ നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പും ഏലക്കപ്പൊടിയൊക്കെ എല്ലായിടത്തും ആകുന്നത് പോലെ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച കടലയും എള്ളും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എള്ള് വറുത്തതിൻ്റെയും കടലേൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പിന്നെ വെള്ളം അധികം അല്ലാതെ നമ്മൾ ഡ്രൈ ആക്കി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരാഴ്ചയൊക്കെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ കുപ്പിയിലൊക്കെ. അപ്പം മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് ചെറിയ ജീരകവും ചെറിയുള്ളിയും കൂടി അരിഞ്ഞിട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലും കാര്യമൊക്കെ. അപ്പോൾ മോൾക്ക് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തന്നെ എള്ളൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അവൽ വിളയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒന്ന് നോക്കണേ.
അപ്പോൾ ഞാൻ കുറച്ച് കടലയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചത് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ ഒന്ന് അടിക്കണേ. അപ്പോൾ ഇന്നത്രയുള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.